നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ബാച്ചിലർ സ്പെഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു പെപ്പർ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായി 10 കഷ്ണം ചെറിയ ഉള്ളി, 8-10 വെളുത്തുള്ളിയുടെ അല്ലി, 1 കഷ്ണം ഇഞ്ചി ഇവ മിക്സിയുടെ ജാറിലിട്ട് നന്നായി ചതച്ചെടുക്കാം. അടുത്തതായി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുരുമുളകാണ്. കുരുമുളക് നന്നായി കഴുകി വൃത്തിയാക്കി 10 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. അടുത്തതായി സവാളയും മറ്റും വഴറ്റുന്നതിനായി ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട, ബേ ലീഫ്, ഏലക്ക, ഗ്രാമ്പൂ ഇവ ചേർത്ത് നന്നായി യോജിപ്പിച്ച് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് അല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയ സവാള നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. അടുത്തതായി അല്പം ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നന്നായി വഴണ്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ സവാളയെല്ലാം നന്നായി വഴണ്ട് വന്നിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി മിശ്രിതം നമുക്ക് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം 4-5 പച്ചമുളക് നടുവേ കീറിയത് ചേർത്ത് കൊടുക്കാം. അടുത്തതായി വഴണ്ടു വന്ന സവാളയിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി വറുത്തെടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായി ചേർത്ത് യോജിപ്പിച്ച ശേഷം അതിലേക്ക് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. അടുത്തതായി അതിലേക്ക് 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചേർത്ത് കൊടുത്ത മസാലകളുടെ പച്ചമണമൊക്കെ മാറി നന്നായി വഴണ്ട് വന്നിരിക്കുകയാണ്. അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുരുമുളക് മിക്സിയിൽ അരച്ചെടുത്തത് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി ലോ ഫ്ലെയിമിലിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. മസാലകളെല്ലാം നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം കുരുമുളക് തിളപ്പിക്കാൻ ഉപയോഗിച്ച വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാം ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളവും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഈ സമയം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അല്പനേരം അടച്ചു വെച്ച് തിളപ്പിക്കുക. ഇപ്പോൾ തിളച്ച് വന്നിരിക്കുകയാണ്. സവാളയിൽ മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്തിരുന്നുള്ളൂ. അതിനാൽ ഈ സമയം 1 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. തിളച്ചു വന്നിരിക്കുന്ന ഗ്രേവിയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക.
ഗ്രേവിയിലേക്ക് ചിക്കനെല്ലാം ചേർത്ത് യോജിപ്പിച്ച് 10 മിനിറ്റ് വേകുന്നതിന് വേണ്ടി അടച്ചു വെക്കുക. ഇപ്പോൾ നന്നായി തിളച്ച് ചിക്കനെല്ലാം വെന്ത് വന്നിരിക്കുകയാണ്. കറിയിലേക്ക് നമ്മൾ അരച്ചു ചേർത്ത കുരുമുളക് പേസ്റ്റിൻ്റെ എരിവ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ചേർത്ത് യോജിപ്പിച്ച ശേഷം അതിലേക്ക് അല്പം മല്ലിയില വിതറി കൊടുക്കാം. ശേഷം അല്പം പച്ച വെളിച്ചെണ്ണയും ചേർത്ത് അതിനു മുകളിൽ പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായി കുറുകി എണ്ണ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. അതിലേക്ക് 2 ഇതിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചികരമായ ഒരു ചിക്കൻ കറിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.